Hello, dear students. Hi, everyone. You all are welcome to the class of cost accounting. Our topic for it is differential cost analysis. ഞങ്ങൾ ഇന്ന് ചെയ്യുന്നത് ഡിഫറൻഷ്യൽ കോസ്റ്റ് അനാലിസിസിൽ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. ആപ്ലിക്കേഷൻ ഓഫ് ഡിഫറൻഷ്യൽ കോസ്റ്റ് അനാലിസിസ്, വെദർ ടു ആക്സെപ്റ്റ് ഓർ റിജക്ട് ദ ന്യൂ ഓഫർ. ആ കേസിൽ വരുന്ന ഒരു പ്രോബ്ലം ആണ്. ഓൾറെഡി ഇറ്റ് ഹാസ് ഗിവൺ ആസ് എൻ അസൈൻമെന്റ് ടു യു ത്രൂ Moodle classroom. Okay. Illustration 4. Ramdas Private Limited, Nasik, is currently operating at 80% capacity. നിലവില് 80% കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്. അതിന്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. സെയിൽസ് 6,40,000. ടോട്ടൽ എക്സ്പെൻസസ്, ഡയറക്റ്റ് എക്സ്പെൻസസ്, ഡയറക്റ്റ് മെറ്റീരിയൽ, വേരിയബിൾ ഓവർഹെഡ്, ഫിക്സ്ഡ് ഓവർഹെഡ്. In total, it is 5,80,000. So the profit, sales minus total expenses, it is 60 lakh. That's the present condition. Then the managing director has been discussing an offer from Middle East of a quantity which will require 50% of the capacity of the factory. നിലവിൽ 80% കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്. അതിന് പുതിയൊരു ഓർഡർ കിട്ടിയിരിക്കുകയാണ് മിഡിൽ ഈസ്റ്റിൽ നിന്ന്. ഒരു എക്സ്പോർട്ടിനുള്ള ഓർഡറാണ്. അതിന് കമ്പനിയുടെ ഫാക്ടറിയുടെ 50% കപ്പാസിറ്റി അതിന് തന്നെ ആവശ്യമായിട്ട് വരും. നമുക്കറിയാം, നിലവിൽ 80% കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്യുന്ന കമ്പനിക്ക് റിമൈൻ ഐഡിയലായിട്ട് നിലവിൽ 20% മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ ഈ ഓഫർ സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിലവിലുള്ള ലോക്കൽ സെയിൽസ് നമ്മൾ കുറയ്ക്കേണ്ടി വരും. അപ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിച്ചിട്ട് മാത്രമേ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ കമ്പനിക്ക്. The price is 10% less than the current price in the local market. 50% കപ്പാസിറ്റിയുടെ ക്വാണ്ടിറ്റി ആവശ്യമാണെന്ന് മാത്രമല്ല, പ്രൊഡക്റ്റിന് ലോക്കൽ മാർക്കറ്റിനേക്കാളും 10% കുറച്ചിട്ട് മാത്രമേ പ്രൊഡക്റ്റ് നമുക്ക് വിൽക്കാനും പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ ഓഫർ പ്രകാരം, ഈ മിഡിൽ ഈസ്റ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഈ ഓർഡറിൽ പ്രകാരം നമ്മുടെ പ്രൊഡക്റ്റിന്റെ സെല്ലിംഗ് പ്രൈസ് നിലവിൽ കൊടുക്കുന്നതിലും 10% കുറച്ചിട്ട് കൊടുക്കണം. ഓർഡർ കനോട്ട് ബി സ്പ്ലിറ്റ്. അതിന്റെ പാതി ഓർഡർ സ്വീകരിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് 20% കപ്പാസിറ്റി നമ്മുടെ കമ്പനിയിൽ ഉള്ളൂ നമുക്കറിയാം. അപ്പോൾ പകുതി ഓർഡർ അതിനുള്ള പോസിബിലിറ്റി ഇല്ല. ഇഫ് ദ കമ്പനി ഇസ് റെഡി, the company must take entire order. You are asked by him to find out the most profitable alternative. അപ്പൊ എന്താണ് തീരുമാനിക്കേണ്ടതെന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്യണം. The factory capacity can be augmented by 10% by adding facilities at an increase of 40 lakhs in fixed cost. ഇങ്ങനെ ഒരു സാധ്യത ഇവിടെ പറയുന്നുണ്ട്. നിലവിലുള്ള കപ്പാസിറ്റി 10% വെച്ച് കൂട്ടാൻ പറ്റും. നിലവിലുള്ള 100% കപ്പാസിറ്റിയാണ് നിലവിലുള്ളത്. അതിൽ 80% കപ്പാസിറ്റി യൂട്ടിലൈസ്ഡ് ആണ്. ആ 100% കൂടെ ഒരു 10% നമുക്ക് ആഡ് ചെയ്യാം. ഒരു 40 lakh റുപ്പീസ് കൂടി ഒരു ഫർദർ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം ഫിക്സഡ് കോസ്റ്റിൽ. അങ്ങനെയാണെങ്കിൽ നിലവിലുള്ള കപ്പാസിറ്റി 10% വെച്ച് വർദ്ധിപ്പിക്കാനും പറ്റും. ഓക്കെ, ഇപ്പൊ നമുക്ക് തീരുമാനിക്കേണ്ടത് ഈ ഓഫർ സ്വീകരിക്കണോ വേണ്ടേ എന്നുള്ളതാണ്. ഈ ഓഫർ സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ 50% നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ മിഡിൽ ഈസ്റ്റ് കൺട്രിയിലേക്ക് ഈ ഓഫർ പ്രകാരം നമുക്ക് ഓർഡർ ഉണ്ട്. പ്ലസ് ബാക്കിയുള്ളത് 60% ആയിരിക്കും. അതായത് 100% കൂടെ 10% ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടലി 110% ആവും. അപ്പൊ 110%ൽ 50% ഈ ഓഫറിന് സ്വീകരിക്കാം. 60% നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ നിലവിൽ 80% ആണ്. അപ്പൊ അതിൽ 20% കുറയ്ക്കേണ്ടി വരും. അപ്പൊ ഈ ഓഫർ സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ എഫക്ട് അങ്ങനെയാണ് വരിക. 50 മിഡിൽ ഈസ്റ്റ് ഓഫറും 60% ലോക്കലും. നിലവിൽ 80% ടോട്ടൽ ലോക്കൽ മാർക്കറ്റിലാണ്. അപ്പൊ ഏത് ആൾട്ടർനേറ്റീവ്, ഈ പറഞ്ഞ പുതിയ ഓർഡർ സ്വീകരിക്കണോ വേണ്ടേ എന്നുള്ളതാണ് തീരുമാനിക്കേണ്ടത്. ഇറ്റ് ഇസ് പോസിബിൾ ത്രൂ ഡിഫറൻഷ്യൽ കോസ്റ്റ് അനാലിസിസ്. സോ ലെറ്റ് us check how to do it. If the offer from Middle East is accepted, then 50% of the capacity will be utilized for processing. ഞാൻ നേരത്തെ പറഞ്ഞു, അത് ആക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 50% കപ്പാസിറ്റി ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കപ്പെടും. ടോട്ടൽ കപ്പാസിറ്റി 110% ആണ്, 100% അല്ല. 10% ഞങ്ങൾ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, 40 ലക്ഷം രൂപ ഫിക്സഡ് കോസ്റ്റിൽ ആഡ് ചെയ്തിട്ട്. Then the balance of 50 plus 10, I told you, the increased capacity 10%, it is available for local sales. അപ്പൊ നമുക്ക് സാധാരണ രീതിയിൽ അറിയാം, ഡിഫറൻഷ്യൽ കോസ്റ്റിൽ നമ്മൾ ഡിസിഷൻ എടുക്കുന്നത് ബൈ കമ്പയറിംഗ് ഡിഫറൻഷ്യൽ റവന്യൂ വിത്ത് ഡിഫറൻഷ്യൽ കോസ്റ്റ്. ആ പുതിയ ഓഫർ സ്വീകരിച്ചത് കൊണ്ട് നമുക്ക് നമ്മുടെ റവന്യൂവിൽ എന്തെങ്കിലും വല്ല ഇൻക്രീസ് ഉണ്ടാവുമോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ അതിന്റെ ഡിഫറൻഷ്യൽ റവന്യൂ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അതുപോലെ പുതിയ ആൾട്ടർനേറ്റീവ് പുതിയ ഓഫർ ആക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ കോസ്റ്റിൽ വല്ല ഇൻക്രീസ് ഉണ്ടോ എന്ന് നോക്കണം.
അപ്പോൾ റവന്യൂ ആണ് കൂടുതലെങ്കിൽ നമുക്ക് ഈ ഓഫർ ആക്സെപ്റ്റ് ചെയ്യാം, അതർവൈസ് റിജക്റ്റ് ചെയ്യാം. സോ the incremental revenue and the differential costs are compared below to know whether orders should be accepted or not. So first one, calculation of incremental revenue or differential revenue. Local sales 60%, ഞാൻ നേരത്തെ പറഞ്ഞു. ലോക്കൽ സെയിൽസ് നമ്മുടെ പുതിയ ഓഫർ സ്വീകരിക്കുകയാണെങ്കിൽ നമ്മുടെ ലോക്കൽ സെയിൽസ് ഓൾറെഡി ഉള്ള പ്രസന്റ് സെയിൽസ് 80% ആണ് നമുക്കറിയാം. പക്ഷെ പുതിയ ഓർഡർ സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ 110%-ൽ 50% നേരത്തെ പറഞ്ഞു പുതിയ ഓഫറിന് പോയി. ദെൻ ലോക്കൽ സെയിൽസ് 60% ആവും. ദെൻ സെയിൽസ് അറ്റ് 80% കപ്പാസിറ്റി. 80% കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നതാണ്. 80% കപ്പാസിറ്റിയിൽ നമ്മുടെ സെയിൽസ് 6,40,000 ആയിരുന്നു ഓൾറെഡി ഉണ്ടായിരുന്നത്. ഓൾറെഡി ഉണ്ടായിരുന്ന സെയിൽസ് 6,40,000 ആണ്. അപ്പൊ അതിന് മുതൽ നമുക്ക് 60% മാത്രമേ ഉള്ളൂ. 80% കപ്പാസിറ്റി ഇനി നമുക്ക് ലോക്കൽ സെയിൽസിന് ഉപയോഗിക്കാനില്ല. ബിക്കോസ് 50% ഈ പുതിയ ഓഫറിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടാണുള്ളത്. സോ ദ റിമൈനിങ് 60%. അപ്പൊ സെയിൽസിന്റെ 60% എന്ന് പറഞ്ഞാൽ 6,40,000 ഇൻറ്റു 60/80. 60 എന്ന് പറയുന്നത് പുതുതായിട്ടുള്ളത്, ഈ 80 എന്ന് പറയുന്നത് നിലവിലെ നമ്മുടെ കപ്പാസിറ്റി. ഈ 6,40,000 എന്ന് പറയുന്നത് 80% കപ്പാസിറ്റിയിലുള്ള സെയിൽസ് ആണ്. അപ്പൊ അതിനെ 60ലേക്ക് കൺവേർട്ട് ചെയ്തു 4,80,000 വരും. ദെൻ മിഡിൽ ഈസ്റ്റ് ഓഫർ, നമ്മൾ പുതിയ ഓഫർ ആക്സെപ്റ്റ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ 50% സെയിൽസ് 50% ഇറ്റ് ഈസ് ഫോർ മിഡിൽ ഈസ്റ്റ് ഓഫർ. അവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, അവരുടെ സെല്ലിംഗ് പ്രൈസ് 10% കുറവായിരിക്കും. അങ്ങനെ വരുമ്പോൾ ടോട്ടൽ 6,40,000 ആണ് നമ്മുടെ 80% കപ്പാസിറ്റിയിലുള്ള സെയിൽസ്. അപ്പൊ അതിന്റെ 50% കാണണം. 50% കപ്പാസിറ്റിയിൽ 6,40,000 ഇൻറ്റു 50/80. നേരത്തെ നമ്മൾ ലോക്കൽ സെയിൽസ് കാണുമ്പോൾ 60% കണ്ടു. അത് ഇതന്നെയാണ് 6,40,000 ഇൻറ്റു 60/80. അപ്പൊ ലോക്കൽ സെയിൽസ് 4,80,000. അതുപോലെ മിഡിൽ ഈസ്റ്റ് സെയിൽസിലേക്ക് വരുമ്പോൾ 6,40,000 ഇൻറ്റു 50/80 4 lakh വരും. അതിൽ നിന്ന് 10% കുറക്കണം. 4 lakhൽ നിന്ന് 10% 40,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 3,60,000 വരും. ഇപ്പൊ 6,40,000 ഇൻറ്റു 50/80 4 lakh മൈനസ് 10% ഓഫ് സെല്ലിംഗ് പ്രൈസ്. 10% വില കുറഞ്ഞിട്ട് നമുക്ക് മിഡിൽ ഈസ്റ്റ് ഓഫർ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് കണ്ടീഷനിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഇറ്റ് ഷുഡ് ബി ഡിഡക്റ്റഡ്. സോ ടോട്ടൽ സെയിൽസ് വിൽ ഗെറ്റ്. This is the total sales. Local sales 4,80,000 and Middle East offer, special offer 3,60,000. Total sales it is 8,40,000. നമ്മുടെ പ്രസന്റ് സെയിൽസ് നമുക്കറിയാം കമ്പനിക്ക് 6,40,000 ആണ്. 6,40,000. അപ്പൊ നമ്മുടെ അഡീഷണൽ റവന്യൂ ഓർ ഇൻക്രീസ്ഡ് സെയിൽസ് എന്ന് പറയുന്നത് 200 rupees or 2 lakh rupees. But there is an increase in the revenue or increase in the sales. So this is called as differential revenue. Then we need to find the differential cost. ഇനി ഡിഫറൻഷ്യൽ കോസ്റ്റ് കാണണം. ഇപ്പൊ റവന്യൂ ആണ് കൂടുതലെങ്കിൽ നമുക്ക് ഈ ഓഫർ ആക്സെപ്റ്റ് ചെയ്യാം, അതർവൈസ് റിജക്റ്റ് ചെയ്യാം. സോ കാൽക്കുലേഷൻ ഓഫ് ഡിഫറൻഷ്യൽ കോസ്റ്റ്. സോ പ്രൊപ്പോസ്ഡ് കോസ്റ്റ് ഫോർ 110%. അതായത് നമ്മുടെ പുതിയ ഓഫർ സ്വീകരിക്കുകയാണെങ്കിൽ, മിഡിൽ ഈസ്റ്റിലേക്കുള്ള ഓഫർ സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കപ്പാസിറ്റി 110% ആവും. 50%-ഉം ഓൾറെഡി ഉള്ള 100%-ഉം 10% നമുക്ക് ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ബൈ അഡീഷണൽ കോസ്റ്റ് ഓഫ് 40 lakh. അങ്ങനെ 110% കപ്പാസിറ്റിയിലുള്ള കോസ്റ്റ് ആണ് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡയറക്റ്റ് മെറ്റീരിയൽ 200. ഡയറക്റ്റ് മെറ്റീരിയൽ 200. ഡയറക്റ്റ് എക്സ്പെൻസ് 80,000. വേരിയബിൾ ഓവർ ഹെഡ് 40. ഫിക്സ്ഡ് എക്സ്പെൻസസ് 2,60,000. ഇതാണ് നിലവിലുള്ള എക്സ്പെൻസുകൾ, കോസ്റ്റുകൾ. ഇത് 80% കപ്പാസിറ്റിയിലാണ്. ഇതിനെ നമ്മൾ 110%-ലേക്ക് പുതിയ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിൽ ഫിക്സഡ് കോസ്റ്റ് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. വേരിയബിൾ എക്സ്പെൻസ് ഒക്കെ കപ്പാസിറ്റി ലെവൽ മാറുന്നതിനനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യേണ്ടതാണ്. ആ രീതിയിൽ ഞങ്ങൾ ഡയറക്റ്റ് മെറ്റീരിയൽ 110-ലേക്ക് കൺവേർട്ട് ചെയ്തു. 110 ഡിവൈഡഡ് ബൈ 80, 2,75,000. അതുപോലെ ഡയറക്റ്റ് എക്സ്പെൻസസ് 80 ആണ് എക്സിസ്റ്റിംഗ് ഡയറക്റ്റ് എക്സ്പെൻസസ്. വെൻ കൺവേർട്ടഡ് ഇൻ ടു 110%, it will become 110 itself. Then variable overhead 40,000 ആണ് നിലവിലുള്ളത്. അത് 110%-ലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 55,000.
Then fixed overhead. Fixed overhead അങ്ങനെ ഡയറക്റ്റ് കൺവേർട്ട് ചെയ്യില്ല, അത് ഫിക്സഡ് കോസ്റ്റ് തന്നെയാണ്. സോ 2,60,000 ആണ് നിലവിലുള്ളത്. 10% കപ്പാസിറ്റി ആഡ് ചെയ്യുമ്പോൾ 40 lakh റുപ്പീസിന്റെ അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവുന്ന ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 2,60,000 പ്ലസ് അഡീഷണൽ increase in the fixed expenses 40 lakh, so total 3 lakh rupees. So these are the elements of cost. So take the total 7,40,000 ആണ് ടോട്ടൽ കോസ്റ്റ് വരിക. നിലവിലുള്ള ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് നിലവിലുള്ള ടോട്ടൽ കോസ്റ്റ് 5,80,000 ആണ്. 5,80,000 നിലവിലുള്ള ടോട്ടൽ കോസ്റ്റ്. അത് ഇപ്പോഴ് 7,40,000 ആയിട്ട് മാറി. അപ്പം ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്, ഡിഫറൻഷ്യൽ കോസ്റ്റ് ഇൻക്രിമെന്റൽ കോസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. സോ 5,80,000 പ്രസന്റ് കോസ്റ്റ്. സോ ഡിഫറൻഷ്യൽ കോസ്റ്റ് ഇറ്റ് ഈസ് 1,60,000. നമുക്ക് മുകളിൽ പറഞ്ഞതുപോലെ വി നീഡ് ടു കമ്പയർ ഡിഫറൻഷ്യൽ റവന്യൂ വിത്ത് ഡിഫറൻഷ്യൽ കോസ്റ്റ്. നമ്മൾ ഈ ഓർഡർ ആക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് റവന്യൂവിൽ ഉണ്ടായിട്ടുള്ള ഇൻക്രീസ് 2 lakh ആണ്, 2 ലക്ഷം രൂപയുടെ വർധനവ് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കോസ്റ്റിൽ ഉണ്ടായിട്ടുള്ള വർധനവ് ഇൻക്രിമെന്റൽ കോസ്റ്റ് 1,60,000 ആണ്. ഇപ്പോൾ പിക്ചർ ക്ലിയർ ആണ്. ആസ് ദ റവന്യൂ ഈസ് മോർ ദാൻ ദ കോസ്റ്റ്, it should be accepted, or we can recommend the company to accept the offer. അവിടെ നമുക്കൊരു കണ്ടീഷൻ പറയേണ്ടി വരും. നമ്മളൊരു 40 lakh എക്സ്ട്രാ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഫിക്സഡ് കോസ്റ്റിൽ. അപ്പൊ അതുകൊണ്ട് മാത്രം നമുക്ക് ഇതിങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയത്, അല്ലെങ്കിൽ 1,60,000 1,10% എത്തിച്ചത് കൊണ്ടാണ്. അപ്പൊ ഭാവിയിൽ ഫർദർ ആയിട്ട് ഇതുപോലത്തെ ഓർഡർ കിട്ടുമെങ്കിൽ ഈ ഓഫർ തീർച്ചയായിട്ടും സ്വീകരിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ആ എക്സ്ട്രാ 40 lakh റുപ്പീസിന്റെ ഇൻവെസ്റ്റ്മെന്റ് ബേർഡൻ ആയിട്ട് മാറും. ഈ ഒരു ഓഫർ ഇത്തവണ മാത്രമേ ഉള്ളൂവെങ്കിൽ, ഈ ഒരു വർഷം മാത്രം കിട്ടുന്നതിന് വേണ്ടിയിട്ട് 40 lakh റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്ത് ഫിക്സഡ് അസറ്റിൽ വലിയൊരു വർധനവ് ഇൻവെസ്റ്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ ഭാവിയിൽ ഇങ്ങനെ ഓഫർ കിട്ടില്ല എങ്കിൽ ഇറ്റ് മേ ബി എ ബേർഡൻ ഇൻ ഫ്യൂച്ചർ. സോ അവർ കമന്റ് ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്, as the incremental revenue is more than differential cost, here it is 200, it is more than 1,60,000, the special offer can be accepted. It should be ensured that there will be similar orders in future, otherwise additional fixed cost will become a burden. Okay, thank you all.